മുശ്രിക്കിൽ തുരത്തിയ നബിയവരെ, മുരസലില്ലാദരവായവരെ, മഹിഷറയിൽ തണലായവരെ, മന്നാൻ പുകഴ്ന്ന സഫിയുള്ള. മുശ്രിക്കിൽ തുരത്തിയ നബിയവരെ, മുരസലില്ലാദരവായവരെ, മഹിഷറയിൽ തണലായവരെ, മന്നാൻ പുകഴ്ന്ന സഫിയുള്ള. മതിമക്കത്തണഞ്ഞൊരു നൂറുള്ള, പെരിയോന്റെ ആറ്റൽ ഹബീബുള്ള. മശരിക്ക് മഗ്രിബിനൊളിയായി മന്നാനയച്ച റസൂലുള്ള. മതിമക്കത്തണഞ്ഞൊരു നൂറുള്ള, പെരിയോന്റെ ആറ്റൽ ഹബീബുള്ള. മശരിക്ക് മഗ്രിബിനൊളിയായി മന്നാനയച്ച റസൂലുള്ള. മധുര മനോഹരം, ശ്രവണസുന്ദരം അല്ലേ? കാസർഗോഡ് നീലേശ്വരത്തിൻ്റെ വാനമ്പാടി ആരതി അല്ലേ? ആരതി ഫുൾ പേരെന്താ ശരിക്കും? ആരതി KP ഇനീഷ്യല്. ഇൻസ്റ്റാഗ്രാമിലുള്ള അച്ഛൻ്റെ പേരൊന്നും കൂട്ടിയിട്ടില്ല? ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കുറച്ച് അറിയുന്നത് ആരതി രമേശ്. ആ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ പലരും വീഡിയോ കണ്ടിട്ടുണ്ടാവും, പലരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആരതി ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണല്ലേ? PG ഒക്കെ കഴിഞ്ഞതാണ്. കാസർഗോഡുകാർക്ക് പലർക്കും ചിലപ്പം കാസർഗോഡൊക്കെ തന്നെ ചിലർ കാണാത്തവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ദീപമേ മക്കേ മദീന നിലാവേ, മഖബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ, ഉദയാസ്തമാന ഉപകാരദീന, ഉദകും പ്രഭാവേ ഉടയോൻ ഹബീബേ. മണിദീപമേ മക്കേ മദീന നിലാവേ, മഖബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ, ഉദയാസ്തമാന ഉപകാരദീന, ഉദകും പ്രഭാവേ ഉടയോൻ ഹബീബേ. അപ്പോൾ ആരതി ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ കഴിവ് തിരിച്ചറിയുന്നത് ചെറുപ്പത്തിലേ ഉണ്ടോ, അതോ പിന്നെ കുറച്ച് കഴിഞ്ഞ സ്കൂൾ പഠിത്തം കഴിഞ്ഞാലാണ് അങ്ങനെ? ഇല്ല, ചെറിയ ക്ലാസ് പഠിക്കുമ്പോഴേ പാടലുണ്ട്. അപ്പം സ്കൂളിലെല്ലാം എല്ലാ മത്സരത്തിനും കൂടും. ഒന്നും കിട്ടുമെന്നില്ല, പക്ഷെ പാടും. പിന്നെ കുറച്ച് ഇങ്ങോട്ടാകുമ്പോൾ പാട്ട് ക്ലാസ്സിനെല്ലാം ചേർന്നു. വിപിൻ രാഘവേണിയാണ് എൻ്റെ മാഷിൻ്റെ ക്ലാസിക്കെല്ലാം പഠിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ക്ലാസിക്കലിനെക്കാട്ടൊക്കെ നാടൻ പാട്ടിലാണ് കുറച്ചും കൂടെ പാടാൻ പറ്റുന്നതെന്ന് മനസ്സിലായിട്ട് സ്കൂളിലെല്ലാം പിന്നെ ക്ലാസിക്കലൊന്നും മത്സരിക്കൊന്നുമില്ല, നാടൻ പാട്ടിൽ മാത്രം കൂടും. അപ്പം അതിനൊക്കെ ഫസ്റ്റ് കിട്ടും. അപ്പം നാടൻ പാട്ട് പഠിപ്പിക്കാൻ വന്നൊരു മാഷുണ്ട്, ഷിംജിത്ത് എന്ന് പറഞ്ഞിട്ട്. മാഷാന്ന് തന്നെ ആദ്യം സ്റ്റേജിൽ കയറ്റുന്നത്. അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ഫസ്റ്റായിട്ടൊരു ട്രൂപ്പിൻ്റെ കൂടെ പാടുന്നത് ആ മാഷിൻ്റെ കൂടെയാണ്. പിന്നെ ആ മാഷ് വഴി തന്നെ ചിലമ്പോലി കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞൊരു ട്രൂപ്പിൽ പോയി. അങ്ങനെ നാടൻ പാട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ടാണ് പാട്ട് ഇതുവരെയും വിടാണ്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് മാപ്പിളപ്പാട്ടാണ് കുറച്ചും കൂടെ എനിക്ക് ചേരുന്നേ തോന്നി. പിന്നെ അങ്ങനെ മാപ്പിളപ്പാട്ടിലേക്ക് വന്നു. കൂത്തുപറമ്പ് അതെന്നെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പാട്ട് തന്നത്, ഏട്ടനാ തന്നത്. പിന്നെ അന്ന് ഫസ്റ്റ് പാടിയ പാട്ട് ഏതാണ്? അപ്പോൾ ഏത് മാപ്പിളപ്പാട്ട്? മാപ്പിളപ്പാട്ടില് ഷിഹാബ് ചോറ്റൂരില്ലേ, നടന്ന ഓർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് തന്നു പാടാൻ വേണ്ടിട്ട്. പതിയത് കൊടുങ്ങല്ലൂർ കരയവരണഞ്ഞു, പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഒഴിഞ്ഞു. അത് കേട്ടു പെരുമാളിൻ മനസകം തെളിഞ്ഞു, ഷഹാദത്തോതി മണ്ണിൽ തെളിഞ്ഞു ജ്യോതി. പണ്ട് പണ്ട് പാ
ഫസ്റ്റ് ശരിക്ക് പിന്നെ നാടൻ പാട്ടുകളാണ് പാടി തുടങ്ങിയത് അല്ലേ? പിന്നെയാണ് മാപ്പിളപ്പാട്ടിലേക്ക് ഒരു പ്രയാണം തുടങ്ങുന്നത് അല്ലേ? കുറച്ചും കൂടെ എനിക്ക് ഒരു മാപ്പിളപ്പാട്ടിലേക്ക് കുറെ ആൾക്കാർ പിന്നെ പ്രോഗ്രാമിനെല്ലാം വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു മാപ്പിളപ്പാട്ട് കുറച്ചും കൂടെ പാടാനാവുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് പോയി. പിന്നെ വീഡിയോസൊക്കെ എനിക്ക് പൈസ കൊടുത്തിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇത്രയും കാലമായിട്ട് പാടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാമറയിൽ വീഡിയോ ഒന്നും എടുത്തിട്ട് അറിയില്ല. സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്തത് ആ പാട്ടാണ്. അപ്പോൾ പിന്നെ റെക്കോർഡ് വോയിസ് കേൾക്കാനും രസമുണ്ട്, എനക്കും തോന്നി. അങ്ങനെ പിന്നെ ഷെബി ബംബ്രാണി കാസർഗോഡില്ലേ ഒരേട്ടനുണ്ട്, ഏട്ടനാന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വീഡിയോ എടുത്തുന്നത് പാട്ടിൻ്റെ. ഒരെണ്ണ സ്റ്റുഡിയോയിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ പാടി. പിന്നെ സ്വരൻ രാജ് എൻ്റെ ഒരു കസിൻ ഉണ്ട്, ഓന് വീഡിയോ എടുത്തരും. ഇവർക്ക് വീഡിയോ എടുത്തിരുന്നോണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇടാൻ പറ്റുന്നത്. അച്ഛന് പേരൻസ് എല്ലാവരും എൻ്റെ കൂടെ ഇല്ല, എല്ലാവരും നമുക്ക് പാട്ടിന് ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും ആണെങ്കിലും അച്ഛൻ ഓട്ടാന്ന്, അമ്മ ഹൗസ് വൈഫ്. ആരതിക്ക് ഒരു ആഗ്രഹം അച്ഛനെയും അമ്മനെയും വീഡിയോയിലൊക്കെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇതുവരെ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടൊന്നുമില്ലല്ലോ? ചെറിയ റീൽസ് ഒക്കെ ഇട്ടുണ്ട് തോന്നുന്നല്ലേ? ഒരു മോളും കൂടി ഉണ്ട് കേട്ടോ അല്ലേ ചേച്ചി അല്ലേ? പേരെന്താ? അശ്വതി. ചേച്ചി ഹായ്. പിന്നെ അച്ഛനെന്തേ ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞല്ലേ? ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. പിന്നെ അമ്മ ഉണ്ട് കൂടെ. പിന്നെ അമ്മേ എന്താ പേരെന്താ? ശൈലജ. ഓക്കെ. അപ്പോൾ മോൾക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്താ സപ്പോർട്ടല്ലേ എല്ലാത്തിനും അല്ലേ മോളെ ഉയർച്ചയിലൊക്കെ? അതെ അതെ. ഓക്കെ. അതെല്ലേ? അപ്പോൾ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ആരതിനെ വിളിക്കട്ടോ അല്ലേ? നമുക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കാമല്ലോ അല്ലേ? ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പിന്നെ മുട്ടിച്ച് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ നമുക്കിടയിലുണ്ട് കേട്ടോ, അറിയപ്പെടാതെ കാണാൻ അറിയാത്ത. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയാറുണ്ട് അങ്ങനെ പിന്നെ കഴിവുള്ളവരെ. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളെ തേടി പിടിച്ചിട്ടുള്ള യാത്രയിലാണ് നമ്മൾ. വെറൈറ്റിയൊക്കെ തേടിയിട്ട് അല്ലെങ്കിൽ വൈറൽ കണ്ടൻറ്റുകളൊക്കെ നോക്കിയിട്ട് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങളെ ഇത്രത്തോളം നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റണത്. ഏതായാലും ആരതി ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ. ഈ പാട്ടിൻ്റെ മേഖലയിൽ നിന്ന് മുന്നോട്ട് പോവാം. എല്ലാത്തരം പാട്ടുകളും പാടുമല്ലോ അല്ലേ? ഹിന്ദി പാടിയിട്ടുണ്ട് അല്ലേ? പിന്നെ സിനിമ പാട്ട്, മാപ്പിളപ്പാട്ട്. ഇപ്പൊ പിന്നെ മാപ്പിളപ്പാട്ടിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ലേ? പിന്നെ ഒരു നാടൻ പാട്ടൊന്ന് പാടി കൊടുത്തല്ലേ പ്രേക്ഷകർക്ക് ലാസ്റ്റ്? നാടൻ പാട്ട് പാടാതിന് മുമ്പ് ഇത്രയും ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ഒരുപാട് സന്തോഷം. അതെ അല്ലേ? സന്തോഷം. നാടൻ പാട്ട് പാടാം. പാടി കൊടുക്കാം. അപ്പാ നമ്മടെ കുമ്പളത്തെ അമ്മേ നമ്മടെ ജിരകത്തെ കുമ്പളം പൂത്തതും കായ പറിച്ചതും കറിക്കരിഞ്ഞതും നെയ്യിൽ പോരിച്ചതും നീ അറിഞ്ഞോ കറുത്ത വെണ്ണെ കുഞ്ഞോളെ നീ അറിഞ്ഞോ കറുത്ത